എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്ന ചിത്രം എന്താണ്? വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുന്നിൽ അണിനിരക്കുന്ന ഗജവീരന്മാരും ആർപ്പോ വിളിക്കുന്ന ജനക്കൂട്ടവുമാണ് പൂരത്തിന് ഇന്ന് മുഖം നൽകുന്നത്. പൂരം നമുക്ക് തൃശ്ശൂർ തന്നെയാണ്. അത് തൃശ്ശൂരുകാരുടെ മാത്രം പൂരമല്ല, മറിച്ച് തൃശ്ശൂരേക്ക് എത്തുന്ന നിരവധി പേരുടെ കൂടി പേരും പെരുമയും ചേർന്ന പേരാണ് തൃശ്ശൂർ പൂരം. പ്രാഞ്ചിയേട്ടൻ പറയുന്നത് പോലെ പൂരങ്ങളുടെ നാടാക്കി തൃശ്ശൂരിനെ മാറ്റിയെടുത്ത കഥയാണ് ഇന്ന് പറയുന്നത്. അതിനു മുൻപ് ഒരു ചോദ്യം. ഗജവീരന്മാരില്ലാത്ത തൃശ്ശൂർ പൂരം നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല, അല്ലേ? എന്നാൽ ഈ കൊടും വേനലിൽ അവയെ ക്ഷേത്രമുറ്റത്ത് അണിയിച്ചൊരുക്കി നിർത്തുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്തു തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതൂ. തൃശ്ശൂർ പൂരത്തിലേക്ക് വരാം. പൂരത്തിന്റെ വാലിനൊപ്പം തൃശ്ശൂർ ഉണ്ടെങ്കിലും ഇത് കേരളക്കരയുടെ ആകെ പൂരമാണ് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ ജാതിയോ മതമോ ദേശമോ ഒക്കെ ഉണ്ടാക്കിയ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് പൂരം കാണാൻ പതിനായിരങ്ങൾ തൃശ്ശൂർ റൗണ്ടിലെത്തുന്നു. തൃശ്ശൂർ പൂരം പിറന്നതിന് പിന്നിലെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് നിരവധി കഥകൾ പ്രചരിക്കുന്നുണ്ട്. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാനുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും തൃശ്ശൂർ പൂരത്തിന്റെ പ്രാരംഭത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. പറഞ്ഞു വരുന്ന കഥ നടന്നത് 2 നൂറ്റാണ്ടുകൾക്ക് മുൻപാണ്. അന്ന് ശക്തൻ തമ്പുരാൻ കൊച്ചി രാജ്യം അടക്കി വാണ കാലഘട്ടമാണ്. ഇന്നത്തെ തൃശ്ശൂർ പൂരത്തിന്റെ പൊലിമയുണ്ടായിരുന്നു അന്നത്തെ ഒരു പൂരമായിരുന്നു ആറാട്ടുപുഴ പൂരം. പല പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രകൾ ആറാട്ടുപുഴ ക്ഷേത്രത്തിലെത്തിയാണ് അവസാനിക്കുക. അതായിരുന്നു അന്നത്തെ പൂരം. ഹിന്ദു ഐതിഹ്യപ്രകാരം ലോകത്തിലെ 30 മുക്കോടി ദേവതകൾ പൂരത്തിന്റെ നാൾ ആറാട്ടുപുഴയിലെത്തിച്ചേരുമെന്നായിരുന്നു വിശ്വാസം. എന്നാൽ 1796 പൂരക്കാലത്ത് പ്രകൃതി ദേശക്കാരോട് കരുണ കാട്ടിയില്ല. ആർത്തുലച്ചെത്തിയ മഴ പൂരത്തിനെത്തിയ മനുഷ്യരെ വല്ലാതെ വലച്ചു. പൂരത്തിന് പുറപ്പെട്ട തൃശ്ശൂർക്കാർക്ക് കൃത്യസമയത്ത് അവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല. വൈകിപ്പോയി എന്നൊരൊറ്റ കാരണത്താൽ തൃശ്ശൂർ ദേശത്തെ ജനങ്ങളെ അന്ന് പൂരത്തിൽ നിന്നും വിലക്കി. പാറമേക്കാവ്, തിരുവമ്പാടി, ചെമ്പുക്കാവ്, കാരമുക്ക്, ലാലൂർ, അയ്യന്തോൾ, ചൂരക്കാട്ടുകാവ്, നെയ്ത്തലക്കാവ്, കണിമംഗലം എന്നീ ദേശങ്ങളിലെ ആളുകളാണ് പൂരത്തിൽ പങ്കെടുക്കാതെ അപമാനിതരായത്. പൂരപ്രേമികളായ തന്റെ പ്രജകളെ ആറാട്ടുപുഴ പൂരത്തിൽ നിന്ന് വിലക്കിയ വാർത്ത അങ്ങനെ ശക്തൻ തമ്പുരാന്റെ ചെവിയിലുമെത്തി. തൃശ്ശൂർ ദേശത്തെ ജനങ്ങളെ വിലക്കിയത് ഇഷ്ടപ്പെടാത്ത ശക്തൻ തമ്പുരാൻ അടുത്ത വർഷം മുതൽ വടക്കുംനാഥനെ ആസ്ഥാനമാക്കി പുതിയൊരു പൂരം ആരംഭിക്കാൻ പദ്ധതിയിട്ടു. ഇതോടെ തൃശ്ശൂർക്കാരുടെ പൂരം ഇനി വടക്കുംനാഥ സന്നിധിയിൽ മതിയെന്നും 1798 ശക്തൻ തമ്പുരാൻ തീരുമാനമെടുത്തു. ഇതാണ് ചരിത്രം. വടക്കുംനാഥന്റെ സാന്നിധ്യത്തിൽ അങ്ങനെ പൂരം കൊടിയേറി തുടങ്ങി. പൂരത്തിന്റെ കാർമ്മികത്വം ശക്തൻ തമ്പുരാൻ ഏറ്റെടുത്തു. പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളാണ് ഈ പൂരത്തിലെ പ്രധാന ഘടകദേശങ്ങൾ. അന്നു കാടായിരുന്ന തേക്കിൻ കാടിനെ വെട്ടിത്തെളിച്ച് നാടാക്കി മാറ്റിയതും ശക്തൻ തമ്പുരാൻ തന്നെയാണെന്നാണ് ചരിത്ര വസ്തുത. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കഥയും പ്രചാരത്തിലുണ്ട്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലാണ് ഈ കഥയ്ക്ക് വിരുദ്ധമായ ഒരു കഥ നിലനിൽക്കുന്നത്. ഐതിഹ്യമാലയിൽ തൃശ്ശൂർ പൂരത്തിന്റെ ഉൽപ്പത്തി മറ്റൊരു രീതിയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അത് ഇങ്ങനെയാണ്. ശക്തൻ തമ്പുരാന്റെ കൽപ്പന പ്രകാരം മെനഞ്ഞെടുത്ത പൂരമാണ് തൃശ്ശൂർ പൂരം. അതിനു മുൻപ് അവിടെ അങ്ങനെ ഒരു ആഘോഷം നടന്നിട്ടേയില്ല. കൊച്ചി രാജാവ് തൃശ്ശൂർ വന്നപ്പോൾ ദേശക്കാരെ വിളിച്ചു വരുത്തി മേടമാസത്തിലെ പൂരം ആണ്ടുതോറും ഒരു ആഘോഷമാക്കി കൊണ്ടാടണമെന്ന് നിർദ്ദേശിച്ചത്രേ. അതിന് നാട്ടുകാർ തിരുവമ്പാടി, പാറമേക്കാവ് എന്നീ 2 ഭാഗങ്ങളായി പിരിഞ്ഞ് ഭഗവതി, ശാസ്താവ് മുതലായ ദേവന്മാരെ വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരണം. തിരുവമ്പാടി, പാറമേക്കാവ് എഴുന്നള്ളത്തുകൾ പ്രധാനമായിരിക്കണം. പണം ജനങ്ങൾ സ്വരൂപിക്കണമെന്നും ശക്തൻ തമ്പുരാൻ അരുളി ചെയ്തു. മുറകളും ചടങ്ങുകളും അദ്ദേഹം തന്നെ കൽപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ശക്തൻ തമ്പുരാൻ തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചതെന്ന് ഐതിഹ്യമാലയിൽ പറയുന്നു. ഇന്ന് തൃശ്ശൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വടക്കുംനാഥൻ ക്ഷേത്രത്തിലും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള തേക്കിൻകാട് മൈതാനത്തിലുമായാണ് പൂരത്തിന്റെ ചടങ്ങുകൾ നടക്കുന്നത്. ഈ മൈതാനവുമായി ബന്ധപ്പെട്ടും കഥകളുണ്ട്. ശക്തൻ തമ്പുരാന്റെ ഭരണകാലത്ത് വടക്കുംനാഥ ക്ഷേത്രത്തിന് സമീപം വലിയ കാടായിരുന്നു. വലിയ കുറ്റം ചെയ്യുന്നവരെ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരം കടത്തിവിടുക എന്ന ശിക്ഷ അന്ന് നിലനിന്നിരുന്നു. ആ കാട്ടിലേക്ക് പോയവരാരും ജീവനോട് പിന്നീട് മടങ്ങിയെത്തിയിരുന്നില്ല. കാട് വെട്ടിത്തെളിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ശക്തന്റെ മുന്നിൽ ആവശ്യമെത്തി. തൃശ്ശൂരിൽ കാട് വെട്ടാൻ പണിക്കാരുമായി എത്തിയ ശക്തന്റെ മുന്നിലേക്ക് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളി വന്നു. കാട് ശിവഭഗവാന്റെ ജടയാണ്, വെട്ടരുത് എന്നായിരുന്നു അരുളിപ്പാട്. കോമരത്തിന്റെ തല വെട്ടാനായിരുന്നു അന്ന് ശക്തന്റെ മറുപടി. അന്ന് വെട്ടിത്തെളിച്ചതാണ് ഇവിടുത്തെ തേക്കിൻകാട്. അവിടെയാണ് ഇപ്പോൾ പൂരത്തിന്റെ പ്രധാന ആഘോഷങ്ങൾ നടക്കുന്നത്.
വടക്കുന്നാഥൻ ക്ഷേത്രത്തിന് ചുറ്റും 65 ഏക്കറിൽ പരന്നു കിടക്കുന്നതാണ് തേക്കിൻകാട് മൈതാനം. അവിടെയാണ് ഗജവീരന്മാർ അണിനിരക്കുന്നത്. തൃശൂർ പൂരത്തിന്റെ പ്രധാന ചടങ്ങുകളായ ഇലഞ്ഞിത്തറമേളം, തെക്കോട്ടിറക്കം, കുടമാറ്റം തുടങ്ങിയവ വടക്കുന്നാഥന്റെ ക്ഷേത്ര പരിസരത്തു തന്നെയാണ് നടക്കുന്നത്. ശക്തൻ തമ്പുരാൻ തുടങ്ങിവെച്ച ആ ആഘോഷപൂരം 2 നൂറ്റാണ്ടുകൾക്കിപ്പുറവും നെഞ്ചേറ്റുന്നവരാണ് മലയാളികൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.